ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയാണെങ്കിൽ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ആരെയൊക്കെ പേടിച്ചിട്ടാ. എന്തൊക്കെയാ അമ്മ ഇവിടെ ശരിക്കും നടക്കുന്നേ? ആരാ അമ്മ ഈ വേലായുധൻ? അയാൾ എന്തിനാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? അമ്മ, അയാളും വിഷ്ണുവേട്ടനും തമ്മിൽ എന്താ ശത്രുത? അമ്മ തന്നെ എനിക്കിതിനെല്ലാം മറുപടി തരണം. പറയമ്മേ. മോളെ, അത് പിന്നെ അതെ ശാരദേ, ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 ചോദ്യം ആയാലോടി. നീ എന്താ CBI അതോ കേരള പോലീസോ അതോ ഇനി ക്രൈം ബ്രാഞ്ചോ? നീ ഞങ്ങളുടെ മോളാ, അല്ലാതെ നീ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആവരുത്. നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോ അത് തിരക്കാൻ പോലെയുള്ള ബന്ധം എനിക്ക് വീടുമായിട്ടില്ലെന്നാണോ അച്ഛൻ പറയുന്നേ? ശ്യാമേ, എടി അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? നീ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നേ? അല്ല, അവള് ചോദിക്കുന്നതിലും കാര്യമില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അവൾക്കും അവകാശമുണ്ട്. ഓ, അത് ശരി. അപ്പൊ കൂട്ടത്തോടെയുള്ള ആക്രമണമാണല്ലേ? അല്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ പറയാം. വേലായുധൻ എന്റെ സുഹൃത്താ. അവന്റെ മോളുടെ കല്യാണത്തിനായി ഞാൻ പൈസ വിഷ്ണുവോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണു കൊടുക്കാന്നും പറഞ്ഞതാ. പക്ഷെ അതിനിടയിൽ അയാളെ ആരോ കുത്തി. അതിന്റെ പേരിലുണ്ടായ പുകിലാണ് ഇവിടെ ഇപ്പൊ കണ്ടതൊക്കെ. ആരാ ഈ നസീർ? അയാളെ ആരാ കൊന്നത്? നിന്റെ അച്ഛൻ. ഗോപാലേട്ടാ, നീ ആരാണെന്ന് വെച്ചാ പറ. ഞാൻ അടി കൊന്നത്. ഒരു പോലീസ് ഓഫീസർ വന്നേക്കുന്നു. ഇപ്പൊ ഇറങ്ങിക്കോണം അവിടുന്ന്. അമ്മയും അച്ഛനെ കുറ്റവാളിയെ കാണുന്ന ഒരു മക്കളും ഞങ്ങൾക്ക് വേണ്ട. ഒരാളും ഞങ്ങളുടെ കാര്യം തിരക്കി ഇങ്ങോട്ട് വരികയും വേണ്ട. മക്കളാണത്ര മക്കള്. അച്ഛനും അമ്മേനെയും ജയിലിൽ കയറ്റാൻ വേണ്ടി നടക്കുന്ന മക്കള്. ഞാൻ അടി കൊന്നത്. ഗോപാലേട്ട, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പിന്നെ എന്ത് പറയണമെന്ന ശാരദ നീ പറയുന്നത്? പോലീസുകാർ ചോദ്യം ചെയ്യും, അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് കണക്കാക്കാം. നാട്ടുകാർ ചോദ്യം ചെയ്യും, അത് നമ്മുടെ തകർച്ച കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് കണക്കാക്കാം. മക്കളോട് ചോദ്യം ചെയ്താലോ? അങ്ങനെയുള്ള മക്കൾ ഇവിടെ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. എനിക്കതിലൊരു സങ്കടമില്ല. നമ്മളെ നോക്കാത്ത, നമ്മുടെ കൂടെ നിൽക്കാത്ത മക്കളെ നമുക്ക് എന്തിനാ ശാരദ? അമ്മ, ഞാൻ ഇറങ്ങാം. ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല. ശ്യാമേ, അങ്ങനെ പറഞ്ഞിട്ട് നീ പോവാൻ നിക്കണ്ട. ഇതേ നിന്റെയും കൂടെ വീടാ. അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും, അതൊക്കെ സ്വാഭാവിക. എന്ന് വെച്ച് വഴക്കിട്ട് പോവാൻ നിന്നല്ലേ അതിനെ നേരം കാണും. നീ അവിടെ നിന്ന് നീ വന്നേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് എന്റെ മുറിയിലിരിക്കാം. നീ വാ. മാടി. മക്കളടക്കം തിരിഞ്ഞിരിക്കുക. ഇനി അങ്ങോട്ട് എന്താവും അറിയില്ല. നമ്മളെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ സർവേശ്വരൻ മാത്രമേ ഉള്ളൂന്നാ തോന്നുന്നത്.